നമ്മൾ ഈ വീഡിയോയിൽ ഇൻട്രിൻസിക് മസിൽസ് ഓഫ് ഹാൻഡ് ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സൂപ്പർഫിഷ്യൽ ടു ഡീപ്പ് ആയിരിക്കും നോക്കുക. വിൽ സി വൺ ബൈ വൺ. ആദ്യത്തെ മസിലാണ് പാമാരിസ് ബ്രിവിസ്. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് പാമർ ആസ്പെക്ട് ഓഫ് ഹാൻഡ് ആണ് ഇവിടെ നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഇതിൽ മീഡിയൽ സൈഡിലായിട്ട് ഇവിടെ കാണുന്ന ഈ മസിലാണ് പാമാരിസ് ബ്രിവിസ്. അപ്പോൾ പാമാരിസ് ബ്രിവിസ് കുറച്ചുകൂടി നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട് വി ആർ റിമൂവിങ് ദ ഫേഷ്യ ഓവർലൈങ് ദ പാമാരിസ് ബ്രിവിസ്. അപ്പോൾ പാമാരിസ് ബ്രിവിസിൻ്റെ പ്രത്യേകത ഇതൊരു പന്നിക്കുലസ് കാർണോസസ് എന്ന് പറയുന്നതിൻ്റെ ഒരു മോർഫോളജിക്കൽ റെപ്രസെൻറ്റേഷനാണ്. അതായത് ഈ മസിൽ കിടക്കുന്നത് സൂപ്പർഫിഷ്യൽ ഫേഷ്യയിലാണ്, അല്ലാതെ ഡീപ്പ് ഫേഷ്യയ്ക്ക് ഡീപ്പായിട്ടല്ല സാധാരണ മസിൽ കാണുന്നത് പോലെ. ഓക്കെ, വി വിൽ റിമൂവ് ദ സൂപ്പർഫിഷ്യൽ ഫേഷ്യ ഹിയർ. ഓക്കെ, നൗ വി ക്യാൻ ഐഡൻറ്റിഫൈ ദ മസിൽ വെരി ക്ലിയർലി. ഇപ്പോൾ ഇവിടെ ഷെയ്ഡായി കാണുന്ന ഈ മസിലാണ് പാമാരിസ് ബ്രിവിസ്. ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫ്രം ദ ഫ്ലെക്സർ റെറ്റിനാക്കുലം ഓവർ ഹിയർ. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും പാമാർ അപ്പോന്യൂറോസിസ് ആണ് ഇവിടെ കാണുക. അപ്പോൾ ഇവിടെയുള്ള ഫ്ലെക്സർ റെറ്റിനാക്കുലത്തിനും ഇവിടെ കാണുന്ന പാമാർ അപ്പോന്യൂറോസിസിൽ നിന്നും ആണ് പാമാർ ബ്രിവിസ് ഒറിജിൻ ചെയ്യുക. ആൻഡ് ഇൻസേർഷൻ ഈസ് ഓവർ ഹിയർ, ദാറ്റ് ഈസ് ടുവേർഡ്സ് ദ സ്കിൻ ഒൺലി, നോട്ട് ടു ദ ബോൺ. അപ്പോൾ അത് മീഡിയൽ ബോർഡർ ഓഫ് ഹാൻഡിൻ്റെ സ്കിന്നിലേക്കാണ് ഇൻസെർട്ട് ചെയ്യുന്നത്. നെർവ് സപ്ലൈ വിൽ ബി ബൈ സൂപ്പർഫിഷ്യൽ ബ്രാഞ്ച് ഓഫ് അൾനാർ നെർവ്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടത് സൂപ്പർഫിഷ്യൽ ഫേഷ്യലുള്ളൊരു മസിലായിരുന്നു. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് പ്രോപ്പർ ഇൻട്രിൻസിക് മസിൽസ് ഓഫ് ഹാൻഡ് ആണ്. ഇൻട്രിൻസിക് മസിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഒറിജിൻ ആൻഡ് ഇൻസർഷൻ വിൽ ബി വിത്തിൻ ദ ഹാൻഡ് റീജിയൻ. അതായത് ഫോറാമിൽ നിന്ന് ഒറിജിൻ ചെയ്ത് ഹാൻഡിലേക്ക് കണ്ടിന്യൂ ചെയ്യുന്ന മസിൽസിനെ നമ്മൾ ഇൻട്രിൻസിക് മസിൽസിൻ്റെ ഗ്രൂപ്പിൽ പെടുത്തില്ല. ഇൻട്രിൻസിക് മസിൽസ് നമ്മൾ എണ്ണം എടുക്കുവാണെങ്കിൽ there are 20 intrinsic muscles in the hand. They should act with the precision to carry out skilled movements. നമ്മൾ മെയിനായിട്ട് 5 ഗ്രൂപ്പായിട്ടാണ് ഇൻട്രിൻസിക് മസിൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. തീനാർ മസിൽ, ഹൈപ്പോതീനാർ മസിൽ, ലംബ്രിക്കൽസ് ആൻഡ് ഇൻട്രോഷൈ. ഈ 4 ഗ്രൂപ്പ്. ഇതിൽ ഒരു തീനാർ മസിൽസിൻ്റെ ഒരു പർട്ടിക്കുലർ മസിലിനെ നമ്മൾ ചിലപ്പോൾ സെപ്പറേറ്റ് ഗ്രൂപ്പായിട്ട് തന്നെ പറയും. ദാറ്റ് ഈസ് ദ അഡക്ടർ ഓഫ് തം. അങ്ങനെയാണ് 5 ഗ്രൂപ്പ് വരിക. ചില ബുക്കുകളിൽ അത് തീനാർ മസിൽസിൻ്റെ കൂടെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം ഉള്ളതാണ് തീനാർ മസിൽസ്. സോ തീനാർ മസിൽസ് എന്ന് പറയുന്നത് തമ്പിൻ്റെ റീജിയൻ, അതായത് ഈ ഒരു ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഗ്രൂപ്പ് ഓഫ് മസിൽസിനെ വിളിക്കുന്ന പേരാണ് തീനാർ മസിൽസ് ഓർ മസിൽസ് ഫോമിങ് ദ തീനാർ എമിനൻസ്. അത് മെയിനായിട്ട് 3 എണ്ണം ഉണ്ട്. ദ ഫസ്റ്റ് മസിൽ ഈസ് അബ്ഡക്ടർ പോളിസിസ് ബ്രിവിസ്. പിന്നീടുള്ളത് ഫ്ലെക്സർ പോളിസിസ് ബ്രിവിസ്, ജസ്റ്റ് പ്രസന്റ് മീഡിയൽ ടു ഇറ്റ്. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും മൂന്നാമത്തെ മസിലാണ് ഒപ്പണൻസ് പോളിസിസ്. പക്ഷേ അത് സർഫസിൽ നിന്ന് കാണാൻ പറ്റുന്നില്ല. ഇഫ് യു വാണ്ട് ടു സീ ദാറ്റ് മസിൽ യു നീഡ് ടു റിമൂവ് ദ അതർ 2 മസിൽസ്. രണ്ടും മാറ്റി കഴിയുമ്പോൾ ഇൻ ദ ഡെപ്ത് യു ക്യാൻ ഐഡൻറ്റിഫൈ ദ ഒപ്പണൻസ് പോളിസിസ് മസിൽ. അപ്പോൾ ഇവിടെ തന്നെ വളരെ ക്ലിയർ ആണ്. ആദ്യത്തെ 2 മസിൽ സൂപ്പർഫിഷ്യൽ പ്ലെയിനിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ള മസിൽസ് ഡീപ്പർ പ്ലെയിനിലാണ്. അത് ഒപ്പണൻസ് പോളിസിസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഡീപ്പർ പ്ലെയിനിലാണ്. നമുക്ക് ഓരോന്നായി നോക്കാം. ആദ്യത്തെ മസിലാണ് അബ്ഡക്ടർ പോളിസിസ് ബ്രിവിസ്. ഇവിടെ കാണുന്ന ഈ മസിലാണ് അബ്ഡക്ടർ പോളിസിസ് ബ്രിവിസ്. നമ്മളിതിൻ്റെ ഒറിജിനൽ ഇൻസേർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ഇറ്റ്. യു ക്യാൻ സീ ദ മസിൽ. നമ്മൾ മസിൽ റിമൂവ് ചെയ്തതിന് ശേഷമുള്ള വ്യൂ ആണ് ഈ കാണുക. അപ്പോൾ അതിൽ വി ക്യാൻ ഐഡൻറ്റിഫൈ വൺ ബോണി ലാൻഡ്മാർക്ക് ഓവർ ഹിയർ, അനദർ ബോണി ലാൻഡ്മാർക്ക് ഓവർ ഹിയർ. ഇത് രണ്ടുമാണ് ഇതിൻ്റെ ബോണി ഒറിജിൻ. അതായത് ട്യൂബർക്കിൾ ഓഫ് സ്കഫോയിഡ് ആണ് നമ്മളിവിടെ കാണുക. സ്കഫോയിഡ് ബോൺ ആണ് ഇവിടെ ഉള്ളത്. ഈ ദിസ് ബോൺ ട്രപ്പീസിയം ആണ് ഇവിടെ കാണുന്നത്. ഇവിടെ കാണുന്ന അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ട്യൂബർക്കിൾ ഓഫ് സ്കഫോയിഡും ക്രസ്റ്റ് ഓഫ് ട്രപ്പീസിയം ആണ് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യുക. നമ്മൾ ക്രസ്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വിൽ ജസ്റ്റ് ടിൽറ്റ് ദ ബോണി സ്പെസിഫിക് റൈറ്റ്. നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദിസ് ബോണി പ്രോവനൻസ് ഈസ് ദ ക്രസ്റ്റ് ഓഫ് ട്രപ്പീസിയം. ഈ കാണുന്ന ബോണി പ്രോവനൻസ് ആണ് ട്യൂബർക്കിൾ ഓഫ് സ്കഫോയിഡ്.
ഇത് രണ്ടിലുമാണ് ഒറിജിൻ ചെയ്യുക അബ്ഡക്ടർ പോളിസിസ് ബ്രെവിസ്. അതിൽ കൂടാതെ ഈ ഇതിനോട് ചേർന്ന് തന്നെയുള്ള നമ്മളിവിടെ കാണുന്ന ഫ്ലെക്സർ റെറ്റിനാക്കുലം ഓഫ് റിസ്റ്റിലും, ഇതാണ് ഫ്ലെക്സർ റെറ്റിനാക്കുലം ഓഫ് റിസ്റ്റ്, അവിടെയും അബ്ഡക്ടർ പോളിസിസ് ബ്രെവിസിന് അറ്റാച്ച്മെന്റ് ഉണ്ട്. Now, what is the point of insertion? Point of insertion. One second. It is over here. ഈ കാണുന്ന കളറാണ് പോയിന്റ് ഓഫ് ഇൻസെർഷൻ. അതായത് ദാറ്റ് ഈസ് പ്രസന്റ് ഓൺ ദ പ്രോക്സിമൽ ഫലാങ്സ് ഓഫ് ദ തമ്പ്. പ്രോക്സിമൽ ഫലാങ്സ് ഓഫ് തമ്പ് ആണ് ഇവിടെ കാണുന്ന ബോൺ. ഈ ബോണിന്റെ ബേസൽ ആസ്പെക്റ്റിലെ ലാറ്ററൽ സൈഡിലേക്കാണ് അബ്ഡക്ടർ പോളിസിസ് ബ്രെവിസിന്റെ ഇൻസെർഷൻ വരിക. നെർവ് സപ്ലൈ എല്ലാം നമ്മൾ അവസാനം ഒരുമിച്ച് നോക്കും. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് മസിൽ. ഈ കാണുന്ന മസിലാണ് ഫ്ലെക്സർ പോളിസിസ് ബ്രെവിസ്. ഫ്ലെക്സർ പോളിസിസ് ബ്രെവിസ് കുറച്ചുകൂടി നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട് വി ആർ ഹൈഡിങ് ദ അബ്ഡക്ടർ പോളിസിസ് ബ്രെവിസ് നൗ. ഓക്കെ, സോ ദിസ് മസിൽ ഈസ് ദ ഫ്ലെക്സർ പോളിസിസ് ബ്രെവിസ്. അപ്പോൾ ഇതിൻ്റെയും അറ്റാച്ച്മെന്റ് നമുക്ക് നോക്കാം. See, you can identify the main 3 attachments over here. Just ഒന്ന് tilt ചെയ്യാം. Okay, right. Now, what are the bony landmarks we need to identify here? ഒന്നെന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഇവിടെ നമുക്ക് ഫ്ലെക്സർ റെറ്റിനാക്കുലം ഉണ്ടായിരുന്നു. ആ ഫ്ലെക്സർ റെറ്റിനാക്കുലത്തിൽ നിന്ന് അറ്റാച്ച്മെന്റ് ഉണ്ട്. അത് കൂടാതെ ദ ഫ്ലെക്സർ പോളിസിസ് ബ്രെവിസിന്റെ ഡീപ്പർ ആസ്പെക്ട്, ശരിക്കും നമ്മൾ പറയുവാണെങ്കിൽ ഒരു സൂപ്പർഫിഷ്യൽ പാർട്ടും ഡീപ്പ് പാർട്ടും ഒക്കെ ഉണ്ട്. അതിൻ്റെ സൂപ്പർഫിഷ്യൽ പാർട്ടാണ് ഫ്ലെക്സർ റെറ്റിനാക്കുലത്തിൽ നിന്ന് വരുന്നത്. ഡീപ്പ് പാർട്ട് വരുന്നത് നമ്മളിവിടെ ഓൾറെഡി കണ്ട ട്രപ്പീസിയം ബോണിൽ നിന്നും അതേപോലെ തന്നെ തൊട്ട് അടുത്ത് തന്നെയുള്ള ക്യാപിറ്റേറ്റ് ബോണിൽ നിന്നുമാണ്. ഇതിനിടയിലുള്ള ഈ ഭാഗത്തുള്ള ബോണാണ് ട്രപ്പീസോയിഡ്. ട്രപ്പീസോയിഡിൽ നിന്നും ചെറിയൊരു സ്ലിപ്പ് ഓഫ് അറ്റാച്ച്മെന്റ് ഉണ്ടാവും. ഓക്കെ, വാട്ട് ഈസ് ദ പോയിന്റ് ഓഫ് ഇൻസെർഷൻ? നമ്മൾ നേരത്തെ കണ്ട സെയിം പോയിന്റ് ഓഫ് ഇൻസെർഷൻ ആണ്. ദാറ്റ് ഈസ് ടുവേർഡ്സ് ദ ലാറ്ററൽ ആസ്പെക്ട് ഓഫ് ബേസ് ഓഫ് ദ പ്രോക്സിമൽ ഫലാങ്സ് ഓഫ് ദ തമ്പ്. മൂവിങ് ഓൺ, അടുത്ത മസിലാണ് ഒപ്പോണൻസ് പോളിസിസ്. നമ്മൾ തീനാർ എമിനൻസിലെ മസിൽസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 കഴിഞ്ഞു. അടുത്ത മസിലാണ് ഒപ്പോണൻസ് പോളിസിസ്. വീണ്ടും നമ്മളത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ഈ കാണുന്ന ഫ്ലെക്സർ പോളിസിസ് ബ്രെവിസിനെ നമ്മൾ ഹൈഡ് ചെയ്യുന്നു. ഹൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഡീപ്പർ ആസ്പെക്റ്റിൽ കാണുന്ന ഈ മസിലാണ് ഒപ്പോണൻസ് പോളിസിസ്. ഒപ്പോണൻസ് പോളിസിസിന്റെ അറ്റാച്ച്മെന്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഹിയർ ഇറ്റ് ഈസ്. ഇറ്റ് ഈസ് അറൈസിങ് ഫ്രം ദ ഫ്ലെക്സർ റെറ്റിനാക്കുലം. ബാക്കിയുള്ളതിനെ പോലെ തന്നെ ഫ്ലെക്സർ റെറ്റിനാക്കുലത്തിലേക്ക് അറ്റാച്ച്മെന്റ് ഉണ്ട്. അതുകൂടാതെ ദിസ് ഒപ്പോണൻസ് പോളിസിസ് ഈസ് ഹാവിങ് എൻ അറ്റാച്ച്മെന്റ് ടുവേർഡ്സ് ദ ക്രസ്റ്റ് ഓഫ് ട്രപ്പീസിയം. നമ്മൾ ഓൾറെഡി ഐഡന്റിഫൈ ചെയ്താണ് ക്രസ്റ്റ് ഓഫ് ട്രപ്പീസിയം. ഇതിവിടെയാണ് അറ്റാച്ച്മെന്റ് വരിക. വെൻ യു ലുക്ക് അറ്റ് ദ ഇൻസെർഷൻ, നമ്മൾ ഇതുവരെ കണ്ടിരുന്നത് ബേസ് ഓഫ് പ്രോക്സിമൽ ഫലാങ്സ് എന്നായിരുന്നു കഴിഞ്ഞ 2 മസിലിന്റെയും. പക്ഷെ ഇവിടെ പ്രോക്സിമൽ ഫലാങ്സ് അല്ല. ഹിയർ ദ ഇൻസെർഷൻ ഈസ് ടുവേർഡ്സ് ദ ഫസ്റ്റ് മെറ്റാകാർപ്പൽ ബോൺ. നമ്മളിവിടെ കാണുന്ന ഈ ബോണാണ് ഫസ്റ്റ് മെറ്റാകാർപ്പൽ ബോൺ. ഈ മെറ്റാകാർപ്പൽ ബോണിന്റെ ലാറ്ററൽ ആസ്പെക്ട്, ലാറ്ററൽ ബോർഡറിലേക്കാണ് ഇത് അറ്റാച്ച് ചെയ്യുക. പിന്നെ നമ്മൾ മുമ്പിൽ നിന്ന് ഡിസ്റ്റൻസ് ടിൽറ്റ് ചെയ്ത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ലാറ്ററൽ ആസ്പെക്ട് മാത്രമല്ല, ആക്ച്വലി മെറ്റാകാർപ്പൽ ബോണിന്റെ പാമാർ ആസ്പെക്റ്റിലേക്കും ഒപ്പോണൻസ് പോളിസിസിന് അറ്റാച്ച്മെന്റ് ഉണ്ട്. ഓക്കെ, സോ ഇതാണ് മെയിനായിട്ടുള്ള 3 തീനാർ മസിൽസ്. തീനാർ എമിനൻസ് ഉണ്ടാക്കുന്ന മെയിൻ 3 മസിൽസ് ആണ് നമ്മളിപ്പോൾ ഐഡന്റിഫൈ ചെയ്തത്. സോ വി വിൽ ബ്രിങ് ബാക്ക് ദ മസിൽസ് ടുഗദർ. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട മസിൽസിന് എല്ലാം, അതായത് തീനാർ എമിനൻസ് ഉണ്ടാക്കുന്ന 3 മസിൽസ്, അതിന് സപ്ലൈ ചെയ്യുന്നത് റെക്കറന്റ് ബ്രാഞ്ച് ഓഫ് മീഡിയൻ നെർവാണ്. എന്തുകൊണ്ട് റെക്കറന്റ് എന്നൊക്കെ പറയുന്നത് പിന്നീടുള്ള വീഡിയോയിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ, നൗ വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ഗ്രൂപ്പ് ഓഫ് മസിൽസ്, അതായത് ഹൈപ്പോതീനാർ മസിൽസ്. ഹൈപ്പോതീനാർ മസിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്പിന്റെ സൈഡിലുള്ളതിനെയാണ് തീനാർ മസിൽസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലാറ്ററൽ ആസ്പെക്റ്റിലുള്ളതിനെ. മീഡിയൽ ആസ്പെക്റ്റിലുള്ളതിനെ വിളിക്കുന്ന ഗ്രൂപ്പ് ഓഫ് മസിൽസിനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പോതീനാർ മസിൽസ്. ഹൈപ്പോതീനാർ മസിൽസിനെ ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു റിമൂവ് ദ പാമാരിസ് ബ്രെവിസ് മസിൽ വിച്ച് ഈസ് ലൈയിങ് ഇൻ ദ സൂപ്പർഫിഷ്യൽ ഫേഷ്യ ഫസ്റ്റ്. നമ്മൾ ഈ മസിൽ റിമൂവ് ചെയ്യുന്നു. റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ വി ക്യാൻ ഐഡന്റിഫൈ ദ മസിൽസ് ഓവർ ഹിയർ.
അപ്പം നമ്മൾ തീനാർ മസിൽസ് പറഞ്ഞതുപോലെ തന്നെ ഇതും പല പ്ലെയിനിലാണ് അറേഞ്ച് ചെയ്യുന്നത്. തിയററ്റിക്കലി 2 മസിൽ ഒരേ പ്ലെയിനിലാണെന്ന് പറയാമെങ്കിലും തീനാറിനെ പോലെ അത്ര ഒബ്വിയസ് ആയിട്ട് 2 പ്ലെയിനിൽ കിടക്കുകയല്ല. ഏതാണ്ടൊരു 3 പ്ലെയിനിൽ തന്നെയാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ ഏറ്റവും സൂപ്പർഫിഷ്യലായിട്ട് മീഡിയലായിട്ട് കിടക്കുന്ന ഈ മസിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് അബ്ഡക്ടർ ഡിജിറ്റൈ മിനിമൈ. അപ്പോൾ നമ്മളിവിടെ കാണുന്ന ഈ മസിലിൻ്റെ പേരാണ് അബ്ഡക്ടർ ഡിജിറ്റൈ മിനിമൈ. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ എല്ലാം കൂട്ടത്തിൽ പോളിസിസും ചേർത്ത് പറഞ്ഞതുപോലെ തന്നെ ഹൈപ്പോത്തീനാർ മസിൽസിൻ്റെ പേര് പറയുമ്പോൾ ഇവിടെയെല്ലാം ഡിജിറ്റൈ മിനിമൈ എന്ന് ചേർത്താണ് നമ്മൾ പറയുക. ഓക്കെ, വി വിൽ മൂവ് ഓൺ ടു ദ അറ്റാച്ച്മെൻറ്റ്സ് ഓഫ് അബ്ഡക്ടർ ഡിജിറ്റൈ മിനിമൈ. അപ്പോൾ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് കളറുകൾ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നമ്മൾ കാർപ്പൽ ബോൺസ് ഒന്നുകൂടെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരും. സോ okay, this is a better view, I think. അപ്പോൾ നമ്മളിവിടെ കാണുന്ന കാർപ്പൽ ബോൺ ആണ് പിസിഫോം. പിസിഫോമിലേക്കാണ് അബ്ഡക്ടർ ഡിജിറ്റൈ മിനിമയുടെ ഒരു മേജർ അറ്റാച്ച്മെൻ്റ് ഉള്ളത്. അതേപോലെ തന്നെ ഇവിടെയുള്ള ഒരു ലോങ് ടെൻഡൻ ഉണ്ടായിരുന്നു ഫ്ലെക്സർ കാർപ്പെ അൾനാരിസിൻ്റെ. ആ ഫ്ലെക്സർ കാർപ്പെ അൾനാരിസിൻ്റെ ലോങ് ടെൻഡനിൽ നിന്നും ഒരു ചെറിയ അറ്റാച്ച്മെൻ്റ് ഉള്ളതായിട്ട് പറയുന്നുണ്ട്. Now, what is the point of insertion? ഇതാണ് മെറ്റാകാർപ്പൽ, ഫിഫ്ത്ത് മെറ്റാകാർപ്പൽ. ഫിഫ്ത്ത് മെറ്റാകാർപ്പലിനെ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന ഈ ബോണാണ് പ്രോക്സിമൽ ഫലാങ്സ് ഓഫ് ദ ലിറ്റിൽ ഫിംഗർ. ഈ പ്രോക്സിമൽ ഫലാങ്സ് ഓഫ് ലിറ്റിൽ ഫിംഗറിൻ്റെ ബേസൽ ആസ്പെക്റ്റിലേക്ക്, അതായത് ഈ ആസ്പെക്റ്റിലേക്ക്, ഈ എൻഡാണ് ബേസൽ എൻഡ്, ഈ എൻഡാണ് ഹെഡ്, അതിൻ്റെ ബേസൽ ആസ്പെക്റ്റിലേക്ക് ലാറ്ററൽ പാർട്ടിലായിട്ടാണ് അല്ലെങ്കിൽ അൾനാർ പാർട്ടിലായിട്ടാണ്, ലാറ്ററൽ അല്ല സോറി, മീഡിയൽ അല്ലെങ്കിൽ അൾനാർ പാർട്ടിലേക്കാണ് അബ്ഡക്ടർ ഡിജിറ്റൈ മിനിമയുടെ ഇൻസെർഷൻ വരിക. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു സീ ദ നെക്സ്റ്റ് മസിൽ. അതാണ് ഫ്ലെക്സർ ഡിജിറ്റൈ മിനിമൈ. ഫ്ലെക്സർ ഡിജിറ്റൈ മിനിമൈ കാണണമെന്നുണ്ടെങ്കിൽ, നന്നായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ വി നീഡ് റിമൂവ് ദിസ് മസിൽ. തൊട്ട് ഡീപ്പറായി കിടക്കുന്ന ഈ മസിലാണ് ഫ്ലെക്സർ ഡിജിറ്റൈ മിനിമൈ. നമുക്കതിൻ്റെ ഒറിജിനൽ ഇൻസെർഷനെ നോക്കാം. ഓക്കെ, റൈറ്റ്. സോ നമ്മളിവിടെ കാണുന്ന കാർപ്പൽ ബോൺസ് നമ്മൾ ഓൾറെഡി ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. ട്രപ്പീസിയം, ട്രപ്പീസോയിഡ്, this is the capitate, and the last distal row of carpal bone is, last one of the distal row of carpal bone is hamate. ഹമേറ്റിൻ്റെ ഈ പ്രോമിനൻ്റ് ആയിട്ടുള്ള ബോണി പ്രോമിനൻസ് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് ഹുക്ക് ഓഫ് ഹമേറ്റ്. അപ്പോൾ നമ്മൾ അടുത്ത് ഇപ്പോൾ കാണാൻ പോകുന്ന മസിലാണ് ഫ്ലെക്സർ ഡിജിറ്റൈ മിനിമൈ മസിൽ. അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഹുക്ക് ഓഫ് ഹാമേറ്റിലായിട്ടാണ് വരിക. ഇൻസെർഷൻ വിൽ ബി ടുവേർഡ്സ് ദ, see again over here, ulnar side of the base of the proximal phalanx of the little finger. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്ലെക്സർ റെറ്റിനാക്കുലത്തിലേക്ക് ഒരു അറ്റാച്ച്മെൻറ്റ് വരുന്നുണ്ട്. നമ്മൾ തീനാർ മസിൽസ് പറഞ്ഞിരുന്നപ്പോൾ അതിൽ 3 മസിലും ഫ്ലെക്സർ റെറ്റിനാക്കുലത്തിന് അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഫ്ലെക്സർ ഡിജിറ്റൈ മിനിമൈ മസിലിനും ഫ്ലെക്സർ റെറ്റിനാക്കുലത്തിലേക്ക് ഒരു ഒറിജിൻ്റെ അവിടെ വെച്ച് ഒരു അറ്റാച്ച്മെൻറ്റ് ഉള്ളതായിട്ട് കാണാൻ പറ്റും. നൗ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് മസിൽ, അതാണ് ഒപ്പോണൻസ് ഡിജിറ്റൈ മിനിമൈ. അത് കാണണമെന്നുണ്ടെങ്കിൽ ഈ ഫ്ലെക്സർ ഡിജിറ്റൈ മിനിമൈ നമ്മൾ ഹെഡ് ചെയ്യണം. ഹെഡ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ട് താഴെ കാണുന്ന ഈ മസിലാണ് ദിസ് മസിൽ. ഓവർ ഹിയർ ഇസ് ദ ഒപ്പോണൻസ് ഡിജിറ്റൈ മിനിമൈ. ഓക്കെ, നമ്മൾ അതിൻ്റെ ഒറിജിനൽ ഇൻസെർഷൻ നോക്കുന്നു. ഓക്കെ, നമുക്കിവിടെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. Origin of the opponent's digital minimi will be from hook of hamate again. Hook of hamate. അത് കൂടാതെ തന്നെ ഫ്ലെക്സർ റെറ്റിനാക്കുലത്തിലേക്ക് ഒരു ഒറിജിൻ ഉണ്ട്. എവിടെയാണ് ഇൻസെർഷൻ? നമ്മൾ നേരത്തെ തിനാർ എവിഡൻസിൽ കണ്ടതുപോലെ തന്നെ ഫലാങ്സിലേക്കല്ല ഇൻസെർഷൻ വരിക. ഇൻസെർഷൻ വിൽ ബി ടുവേർഡ്സ് ദ മെറ്റാകാർപ്പൽ ബോൺ. സോ ദിസ് ഈസ് ദ ഫിഫ്ത്ത് മെറ്റാകാർപ്പൽ ബോൺ. ഫിഫ്ത്ത് മെറ്റാകാർപ്പൽ ബോണിൻ്റെ ഷാഫ്റ്റിൻ്റെ മീഡിയൽ സർഫസിലേക്കാണ് ഒപ്പോണൻസ് ഡിജിറ്റൈ മിനിമയുടെ ഇൻസെർഷൻ വരിക. ഇതാണ് അപ്പോൾ 3 മസിൽസ്, 3 മസിൽസ് ഓഫ് ദ ഹൈപ്പോത്തീനാർ എമിനൻസ്. ഈ 3 മസിൽസും സപ്ലൈ ചെയ്യുന്നത് ഈ 3 മസിൽസും സപ്ലൈ ചെയ്യുന്നത് ഡീപ്പ് ബ്രാഞ്ച് ഓഫ് അൾനാർ നെർവാണ്.
ഒരു എക്സ്ട്രാ പോയിന്റ് നമുക്ക് ഓർത്തിരിക്കാനുള്ളത്, ഫ്ലെക്സർ പോളിസിസ് ബ്രിവിസിന് നമ്മൾ പറഞ്ഞു ഡീപ്പ് ബ്രാഞ്ച് ഓഫ് അൾന നെർവ് ആണെന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ സൂപ്പർഫിഷ്യൽ ഹെഡിന് മീഡിയൻ നെർവ് സപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഫ്ലെക്സർ പോളിസിസ് ബ്രിവിസിന് ഡ്യുവൽ നെർവ് സപ്ലൈ ഉണ്ടെന്നുള്ളത് ഓർത്തിരിക്കണം. അപ്പം അത്രയാണ് തീനാർ എമിനൻസ് മസിൽസും ഹൈപ്പോ തീനാർ എമിനൻസ് മസിൽസും. ഞാൻ പറഞ്ഞു തീനാർ മസിൽസിൻ്റെ കൂട്ടത്തിൽ പണ്ട് നമ്മൾ ആഡ് ചെയ്തിരുന്ന മസിലാണ് അഡക്ടർ ഗ്രൂപ്പ് ഓഫ് മസിൽ. ചില ബുക്കിലൊക്കെ അത് സെപ്പറേറ്റ് ഗ്രൂപ്പായിട്ടാണ് പറയുന്നത്. സോ യു വിൽ സീ ദാറ്റ് നൗ. അഡക്ടർ ഗ്രൂപ്പ് ഓഫ് മസിൽസിനകത്ത് മെയിനായിട്ടുള്ള ഒറ്റ മസിലാണ്, അതാണ് അഡക്ടർ പോളിസിസ് മസിൽ. അഡക്ടർ പോളിസിസ് മസിൽ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് ഇതുവരെ നമ്മൾ കണ്ടുവന്ന മസിൽസിനെല്ലാം റിമൂവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ വിൽ ഡു ദാറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രമാത്രം മസിൽ മാറ്റിയതിന് ശേഷമാണ് നമ്മൾ അഡക്ടർ പോളിസിസ്. ഏതാണ് അഡക്ടർ പോളിസിസ്? ഇവിടെ കാണുന്ന ഈ മസിലാണ് അഡക്ടർ പോളിസിസ്. നമുക്ക് കളർ ഡിഫറൻസ് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ മസിലാണ് അഡക്ടർ പോളിസിസ്. നമ്മൾ സെലക്ട് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾ കണ്ടു കാണും, അഡക്ടർ പോളിസിസിന് മെയിനായിട്ട് 2 പാർട്ടുണ്ട്. ഇതൊരു ഫാൻ ഷേപ്ഡ് മസിൽസ് ആണ്, വളരെ പരന്ന് കിടക്കുന്ന ഒരു മസിലാണ്. അതിൻ്റെ 2 പാർട്ടിൻ്റെ പേരാണ് ഒബ്ലിക് ഹെഡും ട്രാൻസ്വേഴ്സ് ഹെഡും. നമ്മളിവിടെ കാണുന്നതാണ് ട്രാൻസ്വേഴ്സ് ഹെഡ് ഓഫ് അഡക്ടർ പോളിസിസ് മസിൽ. ഇവിടെ കാണുന്നതാണ് ഒബ്ലിക് ഹെഡ് ഓഫ് അഡക്ടർ പോളിസിസ് മസിൽ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ഇതും ഹൈഡ് ചെയ്യാം. ഇതെല്ലാം ലോങ് മസിൽസിൻ്റെ ടെൻഡൻസ് ആണ്. ഇതെല്ലാം ഹൈഡ് ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് എ ക്ലിയർ വ്യൂ. ഓക്കെ, സോ നമ്മളിവിടെ ഇവിടെ ട്രാൻസ്വേഴ്സ് ഹെഡും ഇവിടെ ഒബ്ലിക് ഹെഡും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. വിൽ സി സെപ്പറേറ്റ്ലി. ഒബ്ലിക് ഹെഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. വിൽ സി ദ അറ്റാച്ച്മെൻറ്റ് ഓഫ് ഒബ്ലിക് ഹെഡ് ഫസ്റ്റ്. ഇവിടെ കാണുന്ന ബോണാണ് തേർഡ് മെറ്റാകാർപ്പൽ. സോറി, നമ്മൾ ട്രാൻസ്വേഴ്സ് ഹെഡിന് അറ്റാച്ച്മെൻ്റ് ആണ് കാണുന്നത്, ഒബ്ലിക് ഹെഡ് അല്ല. ദിസ് ഈസ് ദ തേർഡ് മെറ്റാകാർപ്പൽ. ഇവിടെ നമ്മൾ കാണുന്നതാണ് പ്രോക്സിമൽ ഫലാങ്സ് ഓഫ് ദ തേർഡ് മെറ്റാകാർപ്പൽ, തമ്പ്. അപ്പോൾ അതിൽ ട്രാൻസ്വേഴ്സ് ഹെഡിൻ്റെ അറ്റാച്ച്മെൻറ്റ് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ദറ്റ് ഈസ് അറ്റാച്ച്ഡ് ടുവേർഡ്സ് ദ ആൻറ്റീരിയർ സർഫസ് ഓഫ് ദ ഷാഫ്റ്റ് ഓഫ് ദ തേർഡ് മെറ്റാകാർപ്പൽ. ഇൻസേർഷൻ എന്ന് പറയുന്നത് ഒബ്ലിക് ഹെഡിനും ട്രാൻസ്വേഴ്സ് ഹെഡിനും ഒരേ പോയിന്റ് ഓഫ് ഇൻസേർഷൻ തന്നെയാണ്. ആ പോയിന്റ് എന്ന് പറയുന്നത് പ്രോക്സിമൽ ഫലാങ്സ് ഓഫ് തമ്പിൻ്റെ ബേസിൽ മീഡിയൽ സൈഡിലായിട്ടാണ് ഇൻസേർഷൻ വരിക. ഇവിടെയാണ് പോയിന്റ്. വി ആർ മൂവിങ് ഓൺ ടു സീ ദ നെക്സ്റ്റ് ഹെഡ്. അതാണ് ഒബ്ലിക് ഹെഡ് ഓഫ് അഡക്ടർ പോളിസിസ് സെൽ. ഒബ്ലിക് ഹെഡിൻ്റെ അറ്റാച്ച്മെൻറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒബ്ലിക് ഹെഡ് നോക്കുമ്പോൾ വി ക്യാൻ സീ ഇറ്റ് ഈസ് ഹാവിങ് അറ്റാച്ച്മെൻറ്റ് ടുവേർഡ്സ് മൾട്ടിപ്പിൾ ബോൺസ്. ഇവിടെ എല്ലാം മൾട്ടിപ്പിൾ ബോൺസിലൂടെ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഇത് നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു. ഈ കാണുന്ന കാർപ്പൽ ബോണാണ് ക്യാപിറ്റേറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് സെക്കൻഡ് മെറ്റാകാർപ്പൽ ബോണാണ്, ഇത് തേർഡ് മെറ്റാകാർപ്പൽ ബോണാണ്. സെക്കൻഡിൻ്റെയും തേർഡ് മെറ്റാകാർപ്പൽ ബോണിൻ്റെയും ബേസിൽ നിന്നും അറ്റാച്ച്മെൻ്റ് ഉണ്ട് ഒബ്ലിക് ഹെഡ് ഓഫ് അഡക്ടർ പോളിസിസിന്. ഇൻസെർഷൻ നമ്മൾ നേരത്തെ കണ്ട സെയിം പോയിന്റ്, അതായത് പ്രോക്സിമൽ ഫലാങ്സ് ഓഫ് തമ്പിൻ്റെ ബേസിൽ മീഡിയൽ ആസ്പെക്റ്റിലാണ് ഇൻസെർട്ട് ചെയ്യുക. സോ ദിസ് വാസ് റിഗാർഡിംഗ് ദ മസിൽ ഓവർ ഹിയർ, ദാറ്റ് ഇസ് ദ ട്രാൻസ്വേഴ്സ് ഹെഡ് ആൻഡ് ഒബ്ലിക് ഹെഡ് ഓഫ് അഡക്ടർ പോളിസിസ്. ഇതിന് സപ്ലൈ ചെയ്യുന്ന നെർവ് ഡീപ്പ് ബ്രാഞ്ച് ഓഫ് അൾനാർ നെർവ് തന്നെയാണ്. ഇവിടെ നമ്മൾ അഡക്ടർ പോളിസിസ് മസിലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് റിലേഷൻ കൂടി ഐഡൻറ്റിഫൈ ചെയ്യാനുണ്ട്. അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വി വിൽ ആഡ് ദ വെസൽസ് ടു ഇറ്റ്, വെസൽസ് ആൻഡ് നെർവ്സ് ടു ഇറ്റ്. ഓക്കെ, നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള നെർവ്സ് റിമൂവ് ചെയ്യാൻ ഒരു ബെറ്റർ വ്യൂ. ഓക്കെ, ഇവിടെ നമുക്ക് സൂം ചെയ്ത് നോക്കാം. സൂം ചെയ്ത് നോക്കുമ്പോൾ ഇതാണ് ഒബ്ലിക് ഹെഡ്, ഇതാണ് ട്രാൻസ്വേഴ്സ് ഹെഡ്. അഡക്ടർ പോളിസിസിൻ്റെ
മസിലിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അതിനിടയിലൂടെയായിട്ട് വി ക്യാൻ ഐഡൻറ്റിഫൈ 2 സ്ട്രക്ചേഴ്സ് ആർ പാസിങ്. ഒന്ന് ഒരു ആർട്ടീരിയൽ കമ്പോണൻറ്റ് പാസ് ചെയ്ത് പോകുന്നത് കാണാൻ പറ്റും. മറ്റേതൊരു നെർവസ് കമ്പോണൻറ്റിലൂടെ പാസ് ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് ഒരു ആർട്ടറിയും ഒരു നെർവും അഡക്ടർ പോളിസിസ് മസിലിൻ്റെ 2 ഹെഡിനിടയിലൂടെ പാസ് ചെയ്യുന്നത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ആർട്ടറി എന്ന് പറയുന്നത് ഡീപ്പ് പാമാർ ആർച്ചാണ് കാണുന്നത്. നെർവ് എന്ന് പറയുന്നത് ഡീപ്പ് ബ്രാഞ്ച് ഓഫ് അൾനാർ നെർവാണ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്പ് ഇൻ റിലേഷൻ വിത്ത് ദ ഇൻ റെസ്പെക്ട് ടു ദ അഡക്ടർ പോളിസിസ് മസിൽ. ഓക്കെ, we'll go back to our original view. Now we are going to see the next set of muscles. അപ്പോൾ നമ്മൾ തീനർ മസിൽസ് കണ്ടു, ഹൈപ്പോതീനർ മസിൽസ് കണ്ടു, അഡക്ടർ പോളിസിസ് മസിലും കണ്ടു. Now we are going to identify the main important set of muscles, remaining set of muscles. അതാണ് ലംബ്രിക്കൽസ്. We'll add the muscles. Okay, right. So നമ്മളിവിടെ ഓൾറെഡി ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. ഇവിടെ എല്ലാം ഒരു ലോങ് ടെൻഡൻസ് നമുക്ക് കാണാൻ പറ്റും. ഈ ലോങ് ടെൻഡൻ സൂപ്പർഫിഷ്യലായി കാണുന്ന ഈ ലോങ് ടെൻഡനാണ് ഫ്ലെക്സർ ഡിജിറ്റോറം സൂപ്പർഫിഷ്യാലിസ് മസിൽ. അപ്പോൾ ഫ്ലെക്സർ ഡിജിറ്റോറം സൂപ്പർഫിഷ്യാലിസിനെ നമ്മൾ ഹൈഡ് ചെയ്താൽ തൊട്ട് താഴെയായിട്ട് കറസ്പോണ്ടിങ് പാരലായിട്ട് തന്നെ അടുത്ത സെറ്റ് ഓഫ് ലോങ് ടെൻഡൻസ് കാണാൻ പറ്റും. ഈ ലോങ് ടെൻഡൻസ് എന്ന് പറയുന്നത് അതിൻ്റെ അറ്റാച്ച്മെൻറ്റ് നോക്കിയാൽ വളരെ കൃത്യമായിട്ട് അത് ഡിസ്റ്റൽ ഫലാങ്സിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഈ ലോങ് ടെൻഡൻസ് ആണ് ഫ്ലെക്സർ ഡിജിറ്റോറം പ്രൊഫണ്ടസ്. നമ്മൾ ഫ്ലെക്സർ ഡിജിറ്റോറം പ്രൊഫണ്ടസ് ഐഡൻറ്റിഫൈ ചെയ്യാനല്ല പോകുന്നത്. വി ആർ ഗോയിങ് ടു ഐഡൻറ്റിഫൈ എ വെരി ഇമ്പോർട്ടൻറ്റ് സെറ്റ് ഓഫ് മസിൽസ് വിച്ച് ആർ അറ്റാച്ച്ഡ് ടു ദ ടെൻഡൻസ് ഓഫ് ഫ്ലെക്സർ ഡിജിറ്റോറം പ്രൊഫണ്ടസ്. ഇത്രയും മാഗ്നിഫൈ ചെയ്ത് വെച്ചത് അത് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ടെൻഡൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. മഞ്ഞ കളറിൽ കാണുന്നതാണ് ടെൻഡൻസ് ഓഫ് ഫ്ലെക്സർ ഡിജിറ്റോറം പ്രൊഫണ്ടസ്. അതിനോട് ചേർന്ന് this is the first muscle, this is second muscle, third muscle, fourth muscle. 4 മസിൽസ് ഈ ടെൻഡൻസിൽ നിന്ന് ഒറിജിൻ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇതിനെ വിളിക്കുന്ന പേരാണ് ലംബ്രിക്കൽ മസിൽസ്. ഇപ്പോൾ നമ്മൾ കണ്ടു 4 മസിലാണുള്ളത്. അത് നമ്പർ ചെയ്യുന്നത് ലാറ്ററൽ സൈഡിൽ നിന്നാണ്. ഇതാണ് ഫസ്റ്റ് ലംബ്രിക്കൽ, സെക്കൻഡ് ലംബ്രിക്കൽ, തേർഡ് ലംബ്രിക്കൽ ആൻഡ് ഫോർത്ത് ലംബ്രിക്കൽ. അതിൻ്റെ വേം ലേക്ക് അപ്പിയറൻസ് വെച്ചിട്ടാണ് നമ്മളതിനെ ലംബ്രിക്കൽ എന്നുള്ള പേര് തന്നെ വിളിക്കുക. ഇപ്പോൾ ഇവിടെ മസിൽ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ തന്നെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഫസ്റ്റ് ലംബ്രിക്കലും ഇവിടെ കാണുന്ന സെക്കൻഡ് ലംബ്രിക്കലും യൂണിപെന്നേറ്റ് ആണ്. അതിൻ്റെ ഫൈബേഴ്സിനുള്ള ഒറ്റ ഡയറക്ഷനേ ഉള്ളൂ. ദേ ആർ അറൈസിങ് ഫ്രം ദ I will show it over here. They are arising from the lateral aspect of tendons of the flexor digitorum profundus muscle. അതേസമയം നമ്മൾ തേർഡ് ലംബ്രിക്കലും ഫോർത്ത് ലംബ്രിക്കലും നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഫൈബർ ഡയറക്ഷൻ ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. 2 സൈഡിൽ നിന്ന് ഫൈബേഴ്സ് വരുന്നുണ്ട് അല്ലേ? ഇവിടെ നിന്ന് ഫൈബേഴ്സ് വരുന്നുണ്ട്, ഇവിടെ നിന്ന് ഫൈബേഴ്സ് വരുന്നുണ്ട്. ദേ ആർ ബൈപെന്നേറ്റ് ഇൻ അപ്പിയറൻസ്. അത് തേർഡും അങ്ങനെ തന്നെയാണ്. ഫോർത്ത് നോക്കിയാൽ അവിടെയും ഇതുപോലെ 2 ഡയറക്ഷണൽ ഫൈബേഴ്സ് കാണാൻ പറ്റും. തേർഡ് ആൻഡ് ഫോർത്ത് ആർ ബൈപെന്നേറ്റ് മസിൽസ്. അത് എവിടെ നിന്നായിരിക്കും റൈസ് ചെയ്യുന്നത്? ദേ ആർ റൈസിങ് ഫ്രം ദ അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് ദ മീഡിയൽ 3 ടെൻഡൻസ് ഓഫ് ഫ്ലെക്സർ ഡിജിറ്റോറം പ്രൊഫണ്ടസ്. എന്ന് വെച്ചാൽ ഇതാണ് ഒരു ടെൻഡൻ, ഇതാണ് അടുത്ത ടെൻഡൻ, ഇതാണ് അടുത്ത ടെൻഡൻ. 3 ടെൻഡൻസ് കാണാൻ പറ്റും. അതിൻ്റെ ഇടയിൽ നിന്നാണ് തേർഡ് ആൻഡ് ഫോർത്ത് ലംബ്രിക്കൽ മസിൽസ് റൈസ് ചെയ്യുക. ഇതിൻ്റെ ഇൻസെർഷൻ നോക്കുകയാണെങ്കിൽ വി നീഡ് ടു ഐഡൻറ്റിഫൈ സംതിങ് നോൺ ആസ് ദ ഡോർസൽ ഡിജിറ്റൽ എക്സ്പാൻഷൻ. അത് എന്തുമാത്രം കാണാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, once you remove this, it is getting disappeared completely. അതായത് ഡോർസൽ ആസ്പെക്ട് ഓഫ് ഫിംഗറിൽ അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് ഞാൻ പോകുന്നില്ല. ഡോർസൽ ആസ്പെക്ട് ഓഫ് ഫിംഗറിലുള്ള ഇപ്പോൾ നമ്മളിവിടെ കണ്ട ഒരു സ്ട്രക്ചർ ആയിരുന്നു എക്സ്റ്റൻസർ ഹുഡ് എന്ന് കാണാൻ പറ്റും. ഈ എക്സ്റ്റൻസർ ഹുഡിൻ്റെ പറയുന്ന പേരാണ് എക്സ്റ്റൻസർ എക്സ്പാൻഷൻ. അപ്പോൾ എക്സ്റ്റൻസർ എക്സ്പാൻഷനിലേക്കാണ് ലംബ്രിക്കൽ മസിൽസ് ഇൻസേർട്ട് ചെയ്യുന്നത്. നമുക്ക് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഇത് തൽക്കാലം റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ബോണിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് പോലെ തോന്നും, ബട്ട് ആക്ച്വലി ദേ ആർ നോട്ട് ഗെറ്റിംഗ് ഇൻസേർട്ടഡ് ടു ദ ബോൺ. അതായത് ഈ പറയുന്ന ലംബ്രിക്കൽ മസിൽസ് ഒന്നും ബോണിലേക്കല്ല ഇൻസേർട്ട് ചെയ്യുന്നത് ഡയറക്റ്റായിട്ട്. അത് എക്സ്റ്റൻസർ എക്സ്പാൻഷനിലേക്കാണ് അറ്റാച്ച് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളിതിന് പറയുന്ന പേരാണ് ഡോർസൽ ഡിജിറ്റൽ എക്സ്പാൻഷൻ. അപ്പോൾ ഈ ഡോർസൽ ഡിജിറ്റൽ എക്സ്പാൻഷനിലേക്ക് തന്നെ അത് ഏകദേശം നമ്മൾ
ഈ കാണുന്ന ജോയിന്റ് എന്ന് പറയുന്നത് മെറ്റാകാർപ്പോഫലാഞ്ചിയൽ ജോയിന്റുകളാണ്. ഈ മെറ്റാകാർപ്പോഫലാഞ്ചിയൽ ജോയിന്റുകളുടെ ലാറ്ററൽ ആസ്പെക്റ്റിലായിട്ടാണ് ഡോർസൽ ഡിജിറ്റൽ എക്സ്പാൻഷനിലേക്ക് ഈ ലംബ്രിക്കൽ മസിൽസ് ഇൻസെർട്ട് ചെയ്യുന്നത്. ഓക്കെ, അത് എല്ലാ ലംബ്രിക്കൽസും അങ്ങനെ തന്നെയാണ്. ഫസ്റ്റ് ടു ഫോർത്ത് ലംബ്രിക്കൽസ് ആർ ഇൻസെർട്ടഡ് ഓൺ ദ ലാറ്ററൽ ആസ്പെക്ട്. ഇത് മെറ്റാകാർപ്പോഫലാഞ്ചിയൽ ജോയിന്റ്സിനെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ടെന്നുള്ള പോയിന്റ് നമ്മൾ ഓർത്തിരിക്കണം. വാട്ട് ഇസ് ദ നെർവ് സപ്ലൈ? ആദ്യത്തെ രണ്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലംബ്രിക്കൽ, ദാറ്റ് ഇസ് ദ ലാറ്ററൽ ലംബ്രിക്കൽസ്. ഫസ്റ്റ് ലംബ്രിക്കൽ, സെക്കൻഡ് ലംബ്രിക്കൽ, ഇത് രണ്ടും സപ്ലൈ ചെയ്യുന്നത് മീഡിയൻ നെർവാണ്. തേർഡ് ആൻഡ് ഫോർത്ത് ലംബ്രിക്കൽസ് ആർ സപ്ലൈഡ് ബൈ അള്ളർ നെർവ്. ഓക്കെ, ഇത് ലംബ്രിക്കൽസ് ഐഡന്റിഫൈ ചെയ്തു. ഓക്കെ, വി ആർ നോ ഹൈഡിങ് ദ ലംബ്രിക്കൽസ് വൺ ബൈ വൺ. ലംബ്രിക്കൽസ് ഹൈഡ് ചെയ്ത് കഴിയുമ്പോൾ വിൽ ബി സീയിങ് we have removed the flexor digitorum profundus also. കുറച്ചുകൂടെ ക്ലാരിറ്റിക്ക് വേണ്ടി അഡക്ടർ പോളിസിസിനെ റിമൂവ് ചെയ്യാം. ഓക്കെ, എല്ലാം നമ്മൾ റിമൂവ് ചെയ്തു. Now we can identify the metacarpal bones very clearly. ഈ മെറ്റാകാർപ്പൽ ബോൺസിന്റെ ഇടയിലായിട്ട് നമുക്കിവിടെ എല്ലാ മസിൽസിനെ കാണാൻ പറ്റുന്നുണ്ട്. ഈ മസിൽസിന്റെ പേരാണ് ഇന്റർഓഷ്യൈ മസിൽസ്. ഇന്റർഓഷ്യൈ എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ ദ ബോൺസ്, രണ്ട് ബോണിന് ഇടയിൽ എന്നുള്ള അർത്ഥത്തിലാണ് ഇന്റർ ഒഷ്യസ് എന്നുള്ള വാക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ട് നോക്കുവാണെങ്കിൽ 8 ഇന്റർഓഷ്യസ് മസിലാണ് ഉള്ളത്. അതിൻ്റെ പേര് പറയുന്നത് പോലെ തന്നെ മെറ്റാകാർപ്പൽ ബോൺസിന്റെ ഇടയിലായി എന്നുള്ള അർത്ഥത്തിലാണ് ഇന്റർഓഷ്യൈ മസിൽസ് എന്ന് പറയുക. സോ ദേ ആർ ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ മെറ്റാകാർപ്പൽ ബോൺസ്. നമ്മൾ പിന്നെ എടുത്ത് പറയേണ്ട കാര്യമില്ല. അപ്പോൾ മെറ്റാകാർപ്പൽ ബോൺസിന്റെ ഇടയിലായി എവിടെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ ഇവിടെയുള്ള മസിൽസ് എല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ടു ഐഡന്റിഫൈ ദ ഇന്റർഓഷ്യസ് മസിൽസ് ക്ലിയർലി. ഓക്കെ, റൈറ്റ്, ഈ മസിൽസ് മാറ്റാം. ഓക്കെ, ദീസ് ആർ ദ ഇന്റർഓഷ്യൈ മസിൽസ്. അപ്പോൾ ഇന്റർഓഷ്യൈ മസിൽസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് പാമാർ ആസ്പെക്റ്റിലായിട്ടാണ് നമ്മൾ നോക്കുക. അപ്പോൾ ഇവിടെ ഒരു ഐഡന്റിഫൈ വൺ, second one, then we can see the third one, we can see the fourth one. അപ്പോൾ ഇതിൽ സ്റ്റാൻഡേർഡ് ബുക്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാമാർ ഇൻട്രോഷ്യൈ, അതായത് നമ്മൾ 8 ഇൻട്രോഷ്യൈ മസിൽസ് ഉണ്ടെന്ന് പറഞ്ഞു. 8 ഇൻട്രോഷ്യൈ മസിൽസിൽ 4 എണ്ണം പാമാർ ആസ്പെക്റ്റിലേക്ക്, നമ്മളിപ്പോൾ കാണുന്ന വ്യൂവിലേക്ക് സൂപ്പർഫിഷ്യലായി നിൽക്കും. അടുത്ത 4 എണ്ണം അതിൻ്റെ തൊട്ട് പോസ്റ്റീരിയറായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിങ്ങനെയാണെന്ന് പറഞ്ഞാൽ പോലും പാമാർ ഇൻട്രോഷ്യൈ ചില ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ദേ ആർ 3 in number എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരു അംബിഗിറ്റി ഉള്ള ടോപ്പിക് തന്നെയാണ്. സോ നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ 8 എന്ന് തന്നെ ഓർത്തിരുന്നാൽ മതി, അതിനെപ്പറ്റി കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട. പക്ഷേ ഇങ്ങനൊരു കൺസെപ്റ്റ് ഉണ്ടെന്നുള്ളത് ഓർത്തിരിക്കുക. ഇപ്പോൾ പാമാർ ഇൻട്രോഷ്യയുടെ അറ്റാച്ച്മെന്റ്, ഇപ്പോൾ ഇതിലെ ഫസ്റ്റ് പാമാർ ഇൻട്രോഷ്യൈ, സെക്കൻഡ് പാമാർ ഇൻട്രോഷ്യൈ ആൻഡ് തേർഡ് പാമാർ ഇൻട്രോഷ്യസ് കാണിച്ചിട്ടുള്ളൂ, ഫോർത്ത് കാണിച്ചിട്ടില്ല. ഓക്കെ, ഫോർ ടൈം ബീയിങ് നമ്മൾ 3 എണ്ണം വെച്ച് തന്നെ ഡീൽ ചെയ്യാം. ഇപ്പോൾ പാമാർ ഇൻട്രോഷ്യയുടെ അറ്റാച്ച്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇതാണ് ഒരു പാമാർ ഇൻട്രോഷ്യസ്. അപ്പോൾ സൈഡിൽ കാണുന്ന മസിൽ ആക്ച്വലി ദാറ്റ്സ് ലൈങ് പോസ്റ്റീരിയർ ടു ഇറ്റ്. നിങ്ങൾ സൈഡിൽ നോക്കിയാൽ മനസ്സിലാവും, ഇതാണ് പാമാർ ഇൻട്രോഷ്യസ്. നമ്മൾ തൊട്ട് മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ സൈഡിൽ നിന്ന് തോന്നുന്ന മസിൽ ശരിക്കും കിടക്കുന്നത് അതിന് പോസ്റ്റീരിയർ ആയിട്ടാണ്. റൈറ്റ്, ഈ പോസ്റ്ററായിട്ടുള്ള മസിലാണ് ഡോർസൽ ഇൻട്രോഷ്യസ്. അത് നന്നായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ പാമാർ ഇൻട്രോഷ്യസ് മാറ്റിയാലേ പറ്റത്തുള്ളൂ. വേണമെങ്കിൽ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഈ പർട്ടിക്കുലർ പാമാർ ഇൻട്രോഷ്യസ് മാത്രം ഒന്ന് ഹൈഡ് ചെയ്ത് കാണിച്ചു തരാം. സോ ദിസ് ഈസ് ഹൗ ദ ഡോർസൽ ഇൻട്രോഷ്യസ് വിൽ അപ്പിയർ once you remove the palmar introitious. Okay, we are bringing back the palmar introitious into position. Fine. Now, what is the attachment of this palmar introitious? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെല്ലാ പാമാർ ഇൻട്രോഷ്യസിൻ്റെയും ഒറിജിനൽ ഇൻസെർഷൻ ഈ പടത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഈ വ്യൂവിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ 4 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞിരുന്നാലും ഈ മോഡലിൽ 3 എണ്ണേ കാണിക്കുന്നുള്ളൂ. സോ വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ഓൺലി 3 പാമാർ ഇൻട്രോഷ്യൈ. അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതാണ്, ദിസ് ഈസ് ദ തേർഡ് മെറ്റാകാർപ്പൽ. തേർഡ് മെറ്റാകാർപ്പലിൽ ഒരു പാമാർ ഇൻട്രോഷ്യയ്ക്കും അറ്റാച്ച്മെന്റ് ഇല്ല. അത് ഒറിജിൻ ആവട്ടെ ഇൻസെർഷൻ ആവട്ടെ, നത്തിങ്.
തേർഡ് ഫലാങ്സ് എടുത്ത് നോക്കിയാലും പ്രോക്സിമൽ ഫലാങ്സ് നോക്കിയാലും അവിടെയും ഒരു പാമാർ ഇന്റർഓഷ്യയ്ക്കും അറ്റാച്ച്മെന്റ് ഇല്ല. നമ്മൾ തൊട്ട് മുമ്പത്തെ പടത്തിൽ ഐഡന്റിഫൈ ചെയ്തിരുന്നു. നിങ്ങൾക്ക് ഒന്നുകൂടെ ബാക്കിലോട്ട് പോയി നോക്കിയാൽ മതി. ഈ ഫൈബേഴ്സ് എല്ലാം ഒരു ബോണിൽ നിന്ന് അറേസ് ചെയ്ത് മറ്റൊരു ബോണിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ദേ ആർ ബേസിക്കലി യൂണിപെന്നേറ്റ് ഇൻ അപ്പിയറൻസ്. അപ്പോൾ ഇവിടെ നിന്ന് അറേസ് ചെയ്ത് ഇവിടേക്ക് അറ്റാച്ച് ചെയ്തു, ഇവിടെ നിന്ന് അറേസ് ചെയ്ത് ഇവിടേക്ക് അറ്റാച്ച് ചെയ്തു, ഇവിടെ നിന്ന് അറേസ് ചെയ്ത് ഇവിടേക്ക് അറ്റാച്ച് ചെയ്തു. സോ ദേ ആർ ഓൾ യൂണിപെന്നേറ്റ് ഇൻ അപ്പിയറൻസ്. അപ്പോൾ ഇതിൽ പാമർ ഇന്റർഓഷ്യയുടെ അറ്റാച്ച്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം, ദേ ആർ കോസിങ് ദ അഡക്ഷൻ ഓഫ് യുവർ ഡിജിറ്റ്സ്. അഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് മിഡ് ലൈൻ അല്ലേ, ഹാൻഡിന്റെ മിഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ മിഡ് ലൈനിലേക്ക് ബാക്കി ഡിജിറ്റ്സിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് പാമർ ഇന്റർഓഷ്യയുടെ റോൾ. അപ്പോൾ പാമർ ഇന്റർഓഷ്യ ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പാമർ ഇന്റർഓഷ്യ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇൻസെർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ എടുക്കരുത് ആക്ഷൻ, ഈ ഇൻസെർട്ട് ചെയ്യുന്ന പാമർ ഇന്റർഓഷ്യയെ കോൺട്രാക്ട് ചെയ്താൽ ഫോർത്ത് ഡിജിറ്റ് മിഡ് ലൈനിനടുത്തേക്ക് വരും. ദാറ്റ് ഇസ് ദ അഡക്ഷൻ. അപ്പോൾ ഈ മൂവ്മെന്റ് ആണ് ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ എല്ലാ ഡിജിറ്റിൻ്റെയും മിഡ് ലൈനിലേക്കുള്ള സൈഡിലായിരിക്കും പാമാർ ഇന്റർഓഷ്യ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. മിഡ് ലൈനിലേക്കുള്ള സൈഡിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മീഡിയൽ പാമാർ ഇന്റർഓഷ്യ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന കൃത്യമായിട്ട് കാണാൻ പറ്റും, ബോൺസിന്റെ ലാറ്ററൽ ആസ്പെക്റ്റിലേക്കാണ് പാമാർ ഇന്റർഓഷ്യ അറ്റാച്ച് ചെയ്യുന്നത്. ഇനി മിഡ് ലൈനിന്റെ അപ്പുറത്ത് ലാറ്ററൽ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള മെറ്റാകാർപ്പലിന്റെയും ബേസ് ഓഫ് പ്രോക്സിമൽ ഫലാങ്സിന്റെയും മീഡിയൽ സൈഡിലേക്കാണ് പാമർ ഇന്റർഓഷ്യയുടെ അറ്റാച്ച്മെന്റ്. അപ്പോൾ ഓർത്തിരിക്കേണ്ട ഇത്രയേ ഉള്ളൂ, ദേ ആർ മെയിൻലി യൂണിപെന്നേറ്റ് ഇൻ അപ്പിയറൻസ്. ഇനി അതിന്റെ അറ്റാച്ച്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ നടുക്കുള്ള തേർഡ് മെറ്റാകാർപ്പലിലും മിഡിൽ ഫലാങ്സിലും അറ്റാച്ച്മെന്റ് ഇല്ല. ബാക്കിയുള്ള ഫലാങ്സ് നോക്കിക്കഴിയുമ്പോൾ മിഡ് ലൈനിലേക്ക് അഡക്ഷൻ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലായിരിക്കും അറ്റാച്ച്മെന്റ് വരിക. ഓക്കെ, റൈറ്റ്. നൗ വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സെറ്റ് ഓഫ് മസിൽസ്, ദാറ്റ് ഈസ് ദ ഡോർസൽ ഇന്റർഓഷ്യ. ഇപ്പോൾ ഡോർസൽ ഇന്റർഓഷ്യ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പാമർ ഇന്റർഓഷ്യ എല്ലാം ഹൈഡ് ചെയ്തു. ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്ന 4 സെറ്റ് ഓഫ് മസിൽസ് ഇവിടെ ഉണ്ട്. ഇതാണ് ഫസ്റ്റ് ഡോർസൽ ഇന്റർഓഷ്യസ്, സെക്കൻഡ് ഡോർസൽ ഇന്റർഓഷ്യസ്, തേർഡ് ഡോർസൽ ഇന്റർഓഷ്യസ്, ഫോർത്ത് ഡോർസൽ ഇന്റർഓഷ്യസ്. അപ്പം അറേഞ്ച്മെന്റ് മറന്നു പോരുത്, നമ്മൾ പാമാർ ആസ്പെക്റ്റിൽ നിന്ന് പോകുമ്പോൾ പാമാർ ഇന്റർഓഷ്യസ് ആണ് സൂപ്പർഫിഷ്യൽ, അത് മാറി കഴിയുമ്പോഴാണ് ഡോർസൽ ഇന്റർഓഷ്യസ് കാണുന്നത്. ഇവിടെ ഗ്രോസ് ആയിട്ടുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്, ഇത് പാമർ ഇന്റർഓഷ്യസ് പോലെ ബോണിന്റെ ഒരു സൈഡിലേക്കല്ല അറ്റാച്ച്മെന്റ്, ഇവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇപ്പൊ ഈ ഒരു ഡോർസൽ ഇന്റർഓഷ്യസ് നോക്കിയാൽ, ഫസ്റ്റ് ഡോർസൽ ഇന്റർഓഷ്യസ് നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ഹാവിംഗ് അറ്റാച്ച്മെന്റ് ഓവർ ഹിയർ, അറ്റാച്ച്മെന്റ് ഓവർ ഹിയർ. അടുത്ത നെക്സ്റ്റ് ഡോർസൽ ഇന്റർഓഷ്യസ്, സെക്കൻഡ് ഡോർസൽ ഇന്റർഓഷ്യസ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹാവിംഗ് അറ്റാച്ച്മെന്റ് ഓവർ ഹിയർ ഓൾസോ ടു ദിസ് പർട്ടിക്കുലർ ബോൺ. ഈ ബോൺസ് എല്ലാം മെറ്റാകാർപ്പൽസ് ആണ്. നമുക്കറിയാം മെറ്റാകാർപ്പലിന്റെ ഇടയിലുള്ള മസിൽസ് ആണ് പാമർ ആൻഡ് ഡോർസൽ ഇന്റർഓഷ്യസ് മസിൽ. അപ്പോൾ നമുക്ക് ഇതിന്റെ അറ്റാച്ച്മെന്റ് ഒന്ന് നോക്കാം. ഹിയർ ഇറ്റ് ഈസ്. അപ്പോൾ നമുക്ക് ഓൾറെഡി കണ്ടതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ ഓക്കെ, ഈ ഒരു വ്യൂ ആയിരിക്കും ബെറ്റർ. ഫസ്റ്റ് ഡോർസൽ ഇന്റർഓഷ്യസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അറ്റാച്ച്മെന്റ് ഉണ്ട്, ഇവിടെ അറ്റാച്ച്മെന്റ് ഉണ്ട്. സെക്കൻഡ് ഡോർസൽ ഇന്റർഓഷ്യസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അറ്റാച്ച്മെന്റ് ഉണ്ട്, ഇവിടെ അറ്റാച്ച്മെന്റ് ഉണ്ട്. തേർഡിനാണെങ്കിൽ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഫോർത്തിനാണെങ്കിൽ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഓക്കെ, റൈറ്റ്. സോ ദേ ആർ ബേസിക്കലി ബൈപെന്നേറ്റ് ഇൻ സ്ട്രക്ചർ, ബൈപെന്നേറ്റ്. ഇനി അതിന്റെ ഇൻസെർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഇൻസെർട്ട് ചെയ്യുന്നത് പ്രോക്സിമൽ ഫലാങ്സിലേക്കാണ്. പക്ഷേ ഇതിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് അബ്ഡക്ഷൻ ആണ്. അബ്ഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടു, ഇതാണ് മിഡ് ലൈൻ ഓഫ് ദ ആക്സിസ് ഓഫ് ദ ഹാൻഡ്. ഈ ഹാൻഡിൽ നിന്ന് ലാറ്ററൽ അല്ലെങ്കിൽ എവേ പാസ് ചെയ്യുന്നതാണ് അബ്ഡക്ഷൻ ഓഫ് ദ ഡിജിറ്റ്സ് എന്ന് പറയുക. അപ്പൊ അബ്ഡക്ഷൻ പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദേ ഷുഡ് ബി അറ്റാച്ച്ഡ് ഓൺ ദ സൈഡ് വിച്ച് ഈസ് എവേ ഫ്രം ദ മിഡ് ലൈൻ. അതായത് ഇതാണ് മിഡ് ലൈൻ എങ്കിൽ ആ മിഡ് ലൈനിൽ നിന്ന് എവേ ആയിട്ടുള്ള സൈഡിൽ. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഡോർസൽ ഇന്റർഓഷ്യസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻസെർഷൻ എന്ന് പറയുന്നത് ഇൻഡെക്സ് ഫിംഗറിന്റെ പ്രോക്സിമൽ ഫലാങ്സിന്റെ ബേസിന്റെ ലാറ്ററൽ ആസ്പെക്റ്റിലായിരിക്കും. ഇനി നമ്മൾ ഇവിടെയുള്ള ഫോർത്ത് ഡോർസൽ ഇന്റർഓഷ്യസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇൻസെർഷൻ എന്ന് പറയുന്നത് റിംഗ് ഫിംഗറിന്റെ പ്രോക്സിമൽ ഫലാങ്സിന്റെ ബേസിന്റെ മീഡിയൽ ആസ്പെക്റ്റിലായിരിക്കും. അപ്പൊ ഇവിടെ ഒരു യുണീക്ക് ആയിട്ടുള്ള പ്രോപ്പർട്ടി കാണാം. സെക്കൻഡ് ആൻഡ് തേർഡ് ഡോർസൽ ഇന്റർഓഷ്യസ് ആർ അറ്റാച്ച്ഡ് ഓൺ ഐദർ സൈഡ് ഓഫ് ദ മിഡിൽ ഫലാങ്സ്, മിഡിൽ പ്രോക്സിമൽ ഫലാങ്സ്. അതായത് മിഡിൽ ഫിംഗറിന്റെ പ്രോക്സിമൽ ഫലാങ്സിന്റെ
ബേസിൽ 2 സൈഡിലായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ട്. ഇത് സെക്കൻഡ് ഡോർസൽ ഇൻട്രോഷ്യസിന്റെ അറ്റാച്ച്മെന്റും ഇത് തേർഡ് ഡോർസൽ ഇൻട്രോഷ്യസിന്റെ അറ്റാച്ച്മെന്റുമാണ്. ഓക്കെ, സോ ദീസ് ആർ ദ മേജർ പോയിന്റ്സ്. അപ്പോൾ ഡോർസൽ ഇൻട്രോഷ്യസ് കോസസ് abduction, AB, abduction of the digits, while the palmar introsus causes adduction of the digits. അപ്പോൾ നമ്മളിതിന് ക്ലാസിക്കലായിട്ട് പണ്ട് തൊട്ടേ പറയുന്ന ന്യൂമോണിക്കാണ് ഡാബ് ആൻഡ് പാഡ്. പാഡ് എന്ന് പറഞ്ഞാൽ പാമർ ഇൻട്രോഷ്യ കോസസ് അഡക്ഷൻ, ഡാബ് എന്ന് പറഞ്ഞാൽ ഡോർസൽ ഇൻട്രോഷ്യ കോസസ് അബ്ഡക്ഷൻ. The nerve supply of these introtia muscles are deep branch of ulnar nerve. ഓക്കെ, സോ ഇത്രയുമാണ് ഇൻട്രിൻസിക് മസിൽസ് ഓഫ് ഹാൻഡ്. നമ്മൾ ഇതിൻ്റെ ആക്ഷൻസിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. We were talking only about the attachment and nerve supply.